ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. അതിവിടെ വൂസ്ബർഗിന് തന്നെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഒരു മിഡീവൽ ടൗൺ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ലെറ്റ് സി അതെങ്ങനെയുണ്ടെന്ന്. ഇത് ആക്ച്വലി എൻ്റെ പ്രൊഫസർ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഒരു നല്ല സ്ഥലമാണ്, അവിടെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. മെയിൻലി ക്രിസ്മസ് ടൈം ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും അത് കാണാനായിട്ട്. സോ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ നമ്മൾ ട്രെയിൻ ഇറങ്ങി ഇനി നമ്മൾ ഈ സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നടന്നാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു റോത്തൻബർഗ്, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മിഡീവൽ ടൗൺസ് ഇൻ ജർമ്മനി. അമ്മ ഇനി ഫെയറി ലാൻഡ് എന്നെനിക്ക് തോന്നിപ്പോയി ഈ ടൗൺ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ. റോത്തൻബർഗ് ഇസ് എ സ്മോൾ ടൗൺ ഇൻ ബവേരിയ, ജർമ്മനി. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഫെൽ ലൈക്ക് ഐ മീൻ എ ഫെയറി ടെയിൽ. ഇവിടെ ചെന്നപ്പോൾ ഐ ഫെൽ ലൈക്ക് ഞാനൊരു ഓൾഡ് യൂറോപ്യൻ ടൗണിൽ ചെന്ന അതേ ഫീൽ ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗ വി ഇമാജിൻ ദാറ്റ് ഓഫ് ലൈക്ക് ടൈനി സ്ട്രീറ്റ്സ്, കളർഫുൾ ഹൗസസ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം ഹിയർ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് നത്തിങ് ഫീൽ റഷ്ഡ് ഹിയർ. യു ജസ്റ്റ് സ്ലോ ഡൗൺ ഓട്ടോമാറ്റിക്കലി വെൻ യു ആർ ദെയർ. ബിക്കോസ് ഞാൻ അവിടെ ഒരു ബസ്സോ ട്രാമോ ഒന്നും കണ്ടില്ല, എല്ലാവരും നടന്ന് തന്നെയാണ് പോകണം കണ്ടേ. അതിനിപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് അവിടെ ചെല്ലുമ്പോൾ വി ജസ്റ്റ് ഫീൽ ലൈക്ക് ജസ്റ്റ് നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യുക, എല്ലാ പ്ലേസസും നടന്ന് കാണുക. അത് ശരിക്കും ഒരു മൈൻഡിനൊരു റിഫ്രഷ്മെൻറ്റ് തന്നെ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വീക്കെൻഡിലൊക്കെ പോയാൽ ആൾക്കാരുടെ റഷ് ഉണ്ടാവും, പക്ഷേ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഐ ലവ് ദാറ്റ് യു ഡോണ്ട് റിയലി നീഡ് ടു പ്ലാൻ ഇൻ Rothenburg. You just walk, turn into random streets. Somehow every corner looks so beautiful here. And ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. ഈ റോത്തൻബർഗിലെ എൻ്റെ ടൗൺ മിഡീവൽ വോൾസ് ആയിട്ട് സറൗണ്ടഡ് ആണ്. ആൻഡ് ദിസ് വോൾസ് വെയർ ബിൽഡ് ഫോർ പ്രൊട്ടക്ഷൻ. ബട്ട് ടുഡേ because of this walls, this town is completely enclosed and we get a storybook feeling. And എനിക്ക് ശരിക്കും ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ സ്ഥലം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യും. ഇനിയും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വൂസ്ബർഗ്, നുറംബർഗ് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു മാൻഡേറ്ററി വിസിറ്റായിട്ട് പറയേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു സൊവനീർ വാങ്ങി ഇവിടുന്ന്. അതെന്താണെന്ന് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കുന്നതായിരിക്കും. വൂസ്ബർഗ് സിറ്റിയിൽ നിന്ന് ലൈക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് റോത്തൻബർഗ്. കാരണം എന്താ ലൈക്ക് ദ കൺസ്ട്രക്ഷനൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു മിഡീവൽ ടൗൺ ആണല്ലോ, അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെയിൻലി ടൂറിസ്റ്റുകളാണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ക്രിസ്മസ് മ്യൂസിയം എന്നാണ് പറയുക, അവിടെ കയറി. അതെന്ത് രസമാണ് കാണാൻ. അതിൻ്റെ ഉള്ളിലൊക്കെ ലൈക്ക് അവിടെ നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അത് അവർ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അറിയോ. പിന്നെ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് വിശന്നപ്പോൾ ഡോണർ കഴിച്ചു. ആൻഡ് എനിക്കിപ്പോൾ ഉണ്ടല്ലോ ഈ ഡോണറും ഒക്കെ ഇല്ല, ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ഫുള്ള് വാങ്ങി അതൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് എൻ്റെ കപ്പാസിറ്റി കുറഞ്ഞെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് നമ്മുടെ റാത്ത് ഹൗസാണ് റോത്തൻബർഗിലെ. പിന്നെ ഇവിടെ തന്നെ ക്രിസ്മസ് മാർക്കറ്റ് ഒരുപാട് കാണാനുണ്ട്. ആൻഡ് ഹിയർ വി വിസിറ്റഡ് ഡ്യൂറിങ് ഡേ ടൈം. നൈറ്റ് ടൈം ആണെങ്കിൽ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ടവേഴ്സൊക്കെ എല്ലാം ഒരുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു ടവർ കണ്ട് പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത ടവർ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പിന്നെ ഉണ്ടാവുക ഈ കുട്ടികൾ കറങ്ങുന്ന ഈ സാധനം. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പപ്പേനെ ഓർമ്മ വന്നു. പണ്ട് കുഞ്ഞിലെ പപ്പ ഞങ്ങളെ കോട്ടയത്ത് ഒരു പാർക്കുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് എന്നെയും ചേച്ചീനെയും അനിയനെയും ഒക്കെ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ കറക്കും. അവിടെ ഒരു ഡക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. പിന്നെ ഇത് തപ്പിപ്പോയൊരു പെനാൽറ്റീസ് ടവർ എന്ന് പറയുന്ന ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ടവർ ആയിരിക്കും പെനാൽറ്റീസ് ടവർ. ഇത് തപ്പിപ്പോയ ഒരു സ്ഥലമാണ്.
നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ ഞാൻ റോത്തൻബർഗ് മൊത്തത്തിൽ കണ്ടെന്ന് തോന്നുന്നു. കുറേ നടന്ന് ഫുഡും കഴിച്ച് നല്ലൊരു സ്മോൾ കുട്ടി ട്രിപ്പായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ലൈക്ക് നുറൻബർഗ്, വൂസ്ബർഗ് ആ ഭാഗത്തൊക്കെ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് പറയാം. കാരണം കുറേ മെഡീവൽ ആയിട്ടുള്ള കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഒരു സെക്കൻഡ് ടൈം ആ റോഡിൽ ഇവിടെ വരാൻ പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ വരും, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്. സോ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.